ഹലോ നമസ്കാരം, രഞ്ജിത്ത്. നിങ്ങളുടെ ബിസിനസ്സിന് ഫ്രാഞ്ചൈസി കൊടുത്ത് വിജയിപ്പിക്കാൻ പറ്റുമോ? ഫ്രാഞ്ചൈസി കൊടുക്കാറായോ? അപ്പോൾ ആർക്കാണ് ഫ്രാഞ്ചൈസി കൊടുക്കാൻ സാധിക്കുക? ഏതൊക്കെ ബിസിനസ്സുകൾക്കാണ് അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്പ് ബിസിനസ്സുകൾക്കാണ് ഫ്രാഞ്ചൈസി കൊടുക്കാറായിട്ടില്ല എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റുക? അപ്പോൾ ഫ്രാഞ്ചൈസി കൊടുക്കണമെങ്കിലുള്ള ചില പ്രധാനപ്പെട്ട ഏരിയാസ് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് നിങ്ങൾ തന്നെ ഒന്ന് റൺ ചെയ്ത് പ്രൂവ് ചെയ്യണം. സോളിഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആവണം, ബിസിനസ് മോഡൽ ആകണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഫ്രാഞ്ചൈസി കൊടുത്തു തുടങ്ങാൻ പറ്റുള്ളൂ. കാരണം നിങ്ങൾക്കേ ബിസിനസ് റൺ ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഫ്രാഞ്ചൈസി കൊടുത്തിട്ട് അവർക്ക് ഇത് വിജയിപ്പിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്തിനായിരിക്കും സാധാരണ ഫ്രാഞ്ചൈസി കൊടുക്കുന്നത്? ഫ്രാഞ്ചൈസി കൊടുക്കുന്നത് നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ജോഗ്രഫിക്കൽ ഏരിയാസിൽ അവിടെ സ്വാധീനമുള്ള ആളുകൾക്ക് കൊടുത്തുകൊണ്ട് നമ്മളുടെ ബ്രാൻഡിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം നമുക്ക് നമ്മുടെ സ്ഥലത്ത് തന്നെ ഇത് വിജയിപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു കാരണവശാലും ഇത് ഫ്രാഞ്ചൈസി കൊടുത്ത് വേറെ എവിടെയെങ്കിലും വിജയിപ്പിക്കാം എന്ന് പ്രതീക്ഷിക്കരുത്. സാധാരണഗതിയിൽ പറയാം, ഒരു 4 സ്ഥലത്തെങ്കിലും നമ്മുടെ ബിസിനസ് റൺ ചെയ്ത് നോക്കി ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ ഒരു ഫ്രാഞ്ചൈസിങ്ങിലേക്ക് പോകാൻ പാടുള്ളൂ എന്നുള്ളതാണ്. കാരണം 4 സ്ഥലത്തേക്ക് റൺ ചെയ്യുമ്പോഴേക്കും 4 ഡിഫറെൻ്റ് ആയിട്ടുള്ള അനുഭവങ്ങൾ നമുക്ക് കിട്ടും. 4 ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൊക്കേഷൻസിൽ നിന്നുള്ള ഫീഡ്ബാക്ക് നമുക്ക് കിട്ടും. അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ ബിസിനസ് മോഡൽ സോളിഡ് ആക്കാം. എന്നിട്ട് വേണമെങ്കിൽ ഫ്രാഞ്ചൈസിങ്ങിലേക്ക് പോകാം. പക്ഷേ ഫ്രാഞ്ചൈസിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട്. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഉണ്ടോ? വളരെ പ്രധാനമാണ്. അതായത് നിങ്ങൾക്ക് കൃത്യമായി ഡിഫൈൻഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഇല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്, ചെയ്യാൻ പറ്റത്തില്ല. കാരണം വേറൊരാൾക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല, അവരെ കൊണ്ട് ഇത് റൺ ചെയ്യിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അവർ റൺ ചെയ്യുമ്പോൾ വേറെ തരത്തിലായി പോകും. നിങ്ങൾ ചെയ്യുന്ന അതേപോലെ തന്നെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് വേണം? കൃത്യമായ SOP വേണം. നമുക്കറിയാം KFCയും McDonald'sഉം ഒക്കെ ലോകമെമ്പാടും എത്തി നിൽക്കുന്ന ഫ്രാഞ്ചൈസികളാണ്. എങ്ങനെയായിരിക്കും എത്തിയിട്ടുണ്ടാവുക? KFCയിൽ ഒരു ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ എത്ര സമയം വേണം, ഏത് തരത്തിൽ ചെയ്യണം, ഏത് തരത്തിലുള്ള പാൻ ഉപയോഗിക്കണം, ഇതെല്ലാം കൃത്യമായി, എത്ര ഓയിൽ ഉപയോഗിക്കണം, എത്ര ചൂട് വേണം, ഇതെല്ലാം കൃത്യമായി വെൽ ഡിഫൈൻഡാണ്. അപ്പോൾ അത് ഏത് രാജ്യത്ത് എവിടെ ചെയ്യുമ്പോഴും അതിനൊരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ഉണ്ട്, അത് വെൽ ഡിഫൈൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഫ്രാഞ്ചൈസിയിലേക്ക് പോകാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ആളുകളെ ട്രെയിൻ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനുമുള്ള മെക്കാനിസം ഉണ്ടാവണം. നമ്മൾ വെറുതെ അങ്ങ് പെട്ടെന്ന് പൈസ ഉണ്ടാക്കാമെന്നുള്ള രീതിയിലാണ് പല ആൾക്കാരും ഫ്രാഞ്ചൈസി കൊടുക്കാൻ തുടങ്ങുന്നത്. പക്ഷേ നമുക്ക് സ്റ്റാഫിനെ ട്രെയിൻ ചെയ്യാനും അവരെ എംപവർ ചെയ്യാനും അവർ വിജയിക്കുന്നത് കാണാനും ഒക്കെയുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യാൻ സാധിക്കുക? ഫ്രാഞ്ചൈസി കൊടുത്ത് നമുക്ക് വിജയിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം അവർ കുറേ സ്റ്റാഫിനെയൊക്കെ കൊണ്ടുവരും, അവരെ എംപവർ ചെയ്യാൻ നമുക്ക് പറ്റണം, അതിനുള്ള ഒരു മെക്കാനിസം ഉണ്ടാവണം, ബാക്ക് എൻഡിൽ നമുക്ക് അതിനുള്ള സ്ട്രെങ്ത് ഉണ്ടാവണം. എങ്കിൽ മാത്രമേ ഇത് വർക്കൗട്ട് ആവുള്ളൂ. അതിൻ്റെ ഒപ്പം തന്നെ കൃത്യമായിട്ട് ലീഗൽ കംപ്ലയൻസുകളൊക്കെ അഡ്രസ്സ് ചെയ്യാൻ പറ്റണം. പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും അല്ലെ? എഗ്രിമെൻ്റ് വേണം, ലീഗൽ ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ ഉണ്ടാവണം. അല്ലെങ്കിൽ പിന്നീട് ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവാം, അതിനെ മാനേജ് ചെയ്യാനൊക്കെ നമുക്ക് പറ്റണം. മാത്രമല്ല ടേംസ് എല്ലാം കൃത്യമായി വെൽ ഡിഫൈൻഡ് ആയിരിക്കണം. അല്ലെങ്കിൽ കൺഫ്യൂഷൻസ് ഉണ്ടാവും, ഫ്രാഞ്ചൈസി ഓപ്പറേഷൻസിനെയൊക്കെ അത് ബാധിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രം ഫ്രാഞ്ചൈസിയിലേക്ക് പോവുക. ഇനിയിപ്പോൾ നിങ്ങളുടെ ബിസിനസ് പ്രൂവൺ അല്ല എന്ന് വിചാരിച്ചോ, ചിലപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കുഴപ്പമില്ലാതെ റൺ ചെയ്ത് നമ്മൾ ഒരു ബ്രേക്ക് ഈവൻ മോഡലിലൊക്കെ പോകുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് തോന്നും എന്നാൽ അങ്ങ് ഫ്രാഞ്ചൈസി കൊടുത്ത് കളയാം. ഞാൻ പറയുന്നത് അപ്പോഴും കൊടുക്കാൻ പാടില്ല എന്നാ. ഒരു 4 സ്ഥലത്ത് വർക്ക് ചെയ്തതിന് ശേഷം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റുള്ളൂ ഇത് പ്രൂവൺ മോഡലാണ്. അല്ലാണ്ട് ഈ സ്ഥലത്ത് മാത്രം രക്ഷപ്പെട്ടതല്ല, ലക്കിന് രക്ഷപ്പെട്ടതല്ല. അപ്പോൾ പല സ്ഥലങ്ങളിൽ പ്രൂവൺ ആയിട്ടുള്ളൊരു മോഡലാണെങ്കിൽ ഫ്രാഞ്ചൈസബിൾ ആണ്. ചില ആളുകൾ നമ്മളുടെ ബ്രാൻഡ് മറ്റുള്ളവർ ഉപയോഗിക്കുന്നതിൽ വലിയ താല്പര്യം കാണിക്കുന്നുണ്ടാവില്ല. അപ്പം ഫ്രാഞ്ചൈസി കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളുടെ ബ്രാൻഡ് ഉപയോഗിക്കാനുള്ള ഒരു റൈറ്റ് കൂടിയാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത്. നമ്മുടെ ബ്രാൻഡിൻ്റെ പേരിലാണ് അവർ ബിസിനസ് ചെയ്യുന്നത്. ഫ്രാഞ്ചൈസി എടുക്കുന്ന ഒരാൾ അയാൾ പറയും ഇതെൻ്റെ ഫ്രാഞ്ചൈസിയാണ്, ഇതെൻ്റെ ബ്രാൻഡാണ് എന്നൊക്കെയാണ് പറയുന്നുണ്ടാവുക. നമ്മളുടെ ബ്രാൻഡാണ് ആക്ച്വലി, പക്ഷേ അയാളുടെ ബ്രാൻഡിന് നമ്മുടെ ബ്രാൻഡ് നെയിം ഉപയോഗിക്കാനുള്ള റൈറ്റ് നമ്മൾ കൊടുക്കുകയാണ്. അങ്ങനെ കൊടുക്കാൻ ഇമോഷണലി ആഗ്രഹിക്കാത്ത ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാർക്ക് പറ്റിയ പണിയല്ല ഈ ഫ്രാഞ്ചൈസിങ് എന്ന് പറയുന്നത്. കുറേ ആളുകൾ നമ്മുടെ ബ്രാൻഡിൻ്റെ ഓണർമാർ എന്നുള്ള രീതിയിൽ മാർക്കറ്റിൽ അറിയപ്പെടുന്നുണ്ടാവും. അപ്പോൾ അതൊന്നും കണ്ട് വിഷമമുണ്ടാകുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഫ്രാഞ്ചൈസിങ് പറ്റിയ പരിപാടിയല്ല. പിന്നെ അതുപോലെ തന്നെ ചിലപ്പോൾ പ്രോഫിറ്റബിലിറ്റി ഷെയർ ചെയ്ത് പോകുന്നുണ്ടാവും. നമ്മൾ തന്നെ ഓൺ ഔട്ട്ലെറ്റ് ഇടുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ബെറ്റർ പ്രോഫിറ്റ് കിട്ടിയെന്ന് വരാം. പക്ഷേ നമ്മൾ വേറൊരാളെ എംപവർ ചെയ്യുന്ന സമയത്ത് അയാൾക്ക് പ്രോഫിറ്റ് ഷെയർ ചെയ്ത് പോകുന്നുണ്ടാവും. അത് കണ്ടിട്ട് വിഷമിക്കാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ ഫ്രാഞ്ചൈസിയുടെ മോഡ് ഏതാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റണം. കമ്പനി ഓൺഡ്, കമ്പനി ഓപ്പറേറ്റഡ് മോഡൽ, അതിന് ഫ്രാഞ്ചൈസി എന്ന് പറയാൻ പറ്റില്ല, ബ്രാഞ്ച് എന്നേ പറയാൻ പറ്റുള്ളൂ. കമ്പനി ഓൺഡ് ഫ്രാഞ്ചൈസി ഓപ്പറേറ്റഡ് മോഡൽ, നമ്മൾ ഓൺ ചെയ്തിട്ട് അവരെ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന മോഡൽ, അല്ലെങ്കിൽ ഫ്രാഞ്ചൈസി ഓൺ ചെയ്ത് കമ്പനി ഓപ്പറേറ്റ് ചെയ്യുന്ന മോഡൽ. അങ്ങനത്തെ സർവീസ് ബിസിനസ്സുകളൊക്കെ ആ മോഡലാണ്. അതായത് കമ്പനി
ആണ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടാവും, ഫ്രാഞ്ചൈസി ഓൺ ചെയ്യുന്നുണ്ടാവുള്ളൂ. അയാൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും ഏതെങ്കിലും ഒരാൾ, പക്ഷെ ഓപ്പറേഷൻ സിമ്പിൾ ചെയ്യും. കാരണം എന്താ, പെർട്ടിക്കുലർലി സർവീസ് ബിസിനസ്സുകളിലൊക്കെ ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ കൂടുതൽ അങ്ങനെ ചെയ്യുന്നത്. കാരണം കൃത്യമായിട്ടുള്ള സിലബസിൽ കൃത്യമായിട്ടുള്ള ക്വാളിറ്റിയിൽ പഠിപ്പിക്കണമെങ്കിൽ കമ്പനിയിൽ നിന്ന് തന്നെ സ്റ്റാഫുകൾ പോയിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ഈ പറയുന്ന ഫോക്കോ എന്ന് പറയുന്ന മോഡലാണ്. ഫ്രാഞ്ചൈസി ഓൺ ചെയ്യുന്നു, കമ്പനി ഓപ്പറേറ്റ് ചെയ്യുന്ന മോഡൽ. അങ്ങനെ പലതരത്തിലുള്ള മോഡലുകളുണ്ട്. ഏത് മോഡൽ എങ്ങനെ ഉപയോഗിക്കണമെന്ന് കൃത്യമായിട്ടുള്ള ധാരണയും കൂടി ഉണ്ടാവണം. അല്ലെങ്കിൽ വെറുതെ ഈ ഫ്രാഞ്ചൈസി പരിപാടികൾക്ക് ഇറങ്ങിത്തിരിക്കരുത്. മാത്രമല്ല കൃത്യമായിട്ടുള്ള റിവ്യൂ സിസ്റ്റവും ട്രാൻസ്പെറൻസിയും അക്കൗണ്ട്സിൽ ഉണ്ടാവണം, അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവും എന്നുള്ളതും ഉറപ്പാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ റെഡി ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഫ്രാഞ്ചൈസി മോഡലിൽ പോവാം. ഏതെങ്കിലും തരത്തിലുള്ള ആവശ്യം ഫ്രാഞ്ചൈസികൾ ഉണ്ടാക്കുന്നതിനോ കൊടുക്കുന്നതിനോ അവരെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനോ ആവശ്യമുണ്ടെങ്കിൽ ഏത് സമയത്തും ബ്രഹ്മ ലേണിംഗ് സൊല്യൂഷൻസിനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് ഉണ്ടാവും. ഓൾ ദ ബെസ്റ്റ്.